ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. 17-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ നിലവിളിയായി കാണുവാൻ കഴിയുന്നത്. കരയുന്ന ഭക്തന്റെ പ്രാർത്ഥന സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ചെങ്കടലിൽ എത്തിയപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിച്ചു. മോശയുടെ നിലവിളിയിൽ ദൈവം പ്രവർത്തിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭക്തന്റെ നിലവിളി കേവലം അർത്ഥമില്ലാത്ത ഒരു ശബ്ദമായിട്ട് അത് തീരുകയല്ല, അത് ഹൃദയത്തെ ഉരുക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ആവലാതികളും നിലവിളികളും ദൈവത്തിന്റെ ചെവികൾക്ക് ഒരിക്കലും അത് അരോചകം അല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഓരോ ദിവസത്തിന്റെയും ആദ്യ മണിക്കൂർ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നവൻ ഒരു ഭോഷനാണ്. ആയുധമില്ലാതെ അഥവാ പടച്ചട്ടയില്ലാതെ യുദ്ധക്കളത്തിൽ ഓടിച്ചെല്ലുന്ന ഒരു പടയാളിയെ പോലെ അവൻ ലജ്ജിതനായി തീരും, അല്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അപായപ്പെടുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തോട് പറ്റി ഇരിക്കുമ്പോൾ അഥവാ കൂട്ടായ്മ എന്ന ആ ശീതള പ്രവാഹത്തിൽ കുളിക്കുന്നവൻ, അവൻ മരുഭൂമിയിലെ ചൂടും ഭാരവും അവനെ ഒരു നാളും വിഷമിപ്പിക്കുകയില്ല. അവനത് എപ്പോഴും ആശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ട് അവനെ കുളിർമയോടെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 5:7 ഇപ്രകാരം, ക്രിസ്തുവും തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ക്രിസ്തുവും ഉറച്ച നിലവിളിയോടുകൂടെയാണ് അപേക്ഷിച്ചത്. ആ നിലവിളി ഒരിക്കലും തനിക്ക് വേണ്ടിയായിരുന്നില്ല, പ്രത്യുത നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു ആ നിലവിളി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതേ, ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളുമായിട്ട് എതിരിട്ട് വാവിട്ട് നാം അയ്യോഭാവം നിലവിളിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നിലവിളിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം ആർക്കും നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. പലപ്പോഴും വാടിത്തളർന്ന് നാം പോകാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ ആ നിലവിളി ശബ്ദം എന്താ എന്ന് തിരിച്ചറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് തിരിച്ചറിയുക മാത്രമല്ല, അതിന്റെ ആത്യന്തികമായ പരിഹാര മാർഗവും നമുക്ക് നൽകി തന്നുകൊണ്ടാണ് അവിടുന്ന് നമ്മെ ഉദ്ധരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ആയതിനാൽ ഓരോ ദിവസത്തിന്റെയും പ്രഭാതത്തിൽ ആ പ്രഭാത ആദ്യ യാമം തന്നെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കുവാൻ കഴിയട്ടെ, പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ കഴിയട്ടെ. അങ്ങനെയെങ്കിൽ മറ്റ് നിലവിളികൾ ഒഴിവായി കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന
മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനാം